Mindful moments with Hammy. ഹായ്, വെൽക്കം ടു മൈൻഡ്ഫുൾ മൊമെന്റ്സ് വിത്ത് ഹമി. എൻ്റെ പേര് ഹമീദ ബിന്ദു വഹാബ്. ഇപ്പോൾ നിങ്ങൾ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കില്ല എന്തായാലും. എന്നിൽ നിന്ന് എന്തൊക്കെയോ നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുന്നത്. നമ്മൾ സ്ത്രീകൾ ഒരു പർട്ടിക്കുലർ മൊമെന്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ടയേർഡാവും, നമ്മൾ ഓവർവെൽംഡ് ആവും, നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളല്ലാതായി മാറും. അതായത് ശരിക്കുമുള്ള ഞാൻ അല്ല, എന്തൊക്കെയോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുള്ള ഞാൻ അല്ലാതായി മാറും. ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യും, ഒരു ലോസ്റ്റ് ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതിന് മുന്നേ എനിക്കും അനുഭവിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള കുറേ സിറ്റുവേഷൻസ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആസ് എ മൈൻഡ്ഫുൾനെസ് ട്രെയിനറായിട്ടാണ്. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം വെൽനസ് സ്പെഷ്യലിസ്റ്റ്, മദർഹുഡ് എംപവർമെൻറ്റ് കോച്ച്, അതിനോടൊപ്പം മെഡിറ്റേഷനും ചെയ്തു കൊടുക്കാറുണ്ട്. മെഡിറ്റേഷൻ കോച്ചായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഐ ആം ദ ഫൗണ്ടർ ഓഫ് സെൻ മൈൻഡ് സൊല്യൂഷൻ ആൻഡ് മൈൻഡിറ്റ്യൂഡ്. ഇവിടെ കുറേ ഈ ടൈറ്റിൽസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ടൈറ്റിൽസിനൊക്കെ അപ്പുറം ഞാനൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. ഇവിടെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും നമ്മളുടെ സോളും ഹീലാകുമ്പോഴാണ് ലൈഫിനെ നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്കത് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പതിയെ പതിയെ നമുക്കത് കണക്റ്റ് ആക്കി എടുക്കാം. കാര്യം നമ്മളുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മളിങ്ങനെ അനുഭവിച്ച് വരുന്നുണ്ടല്ലേ. അപ്പം അതിൽ ചിലത് നല്ലതായിരിക്കാം, ചിലത് ചീത്തയായിരിക്കാം. പക്ഷേ ഈ എക്സ്പീരിയൻസുകളാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൽ ഈ നല്ലതിനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ചീത്ത, അതായത് നമ്മളെ നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെ നമ്മൾ പതിയെ പതിയെ ഹീല് ചെയ്തു പോയില്ലെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിൽ ഒരു ബുദ്ധിമുട്ടായി പല സ്ഥലങ്ങളിലും അത് അക്യുമുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് ഈ ഹീലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം നമ്മൾ ശരീരം മാത്രമല്ല ഹീലാക്കേണ്ടത്, നമ്മുടെ മൈൻഡും ശരീരവും സോളും ഒരുപോലെ ഹീലാക്കുമ്പോഴാണ് ഈ പറയുന്ന ആ ഒരു അക്യുമുലേറ്റഡ് നെഗറ്റിവിറ്റി, ആ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം മാറുക. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഒരു നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. എൻ്റെ മൈൻഡ്ഫുൾനെസ്സിലുള്ള ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് കുറേ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ കോഴ്സുകൾ ചെയ്തിട്ടോ അല്ല. എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അനുഭവിച്ച കുറേ സിറ്റുവേഷൻസ് ഉണ്ട്, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ലൈഫിലേക്ക് കിടക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാര്യം നമ്മൾ യൂഷ്വൽ റൊട്ടീനിൽ നിന്ന് മാറി വേറൊരു റൊട്ടീനിലേക്ക് വരികയാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിലെല്ലാം ഭയങ്കരമായ ഫ്ലക്ച്വേഷൻസ്, മൂഡ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പം ഞാനൊരു കരിയർ ഭയങ്കരമായി അംബീഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. സയൻറ്റിസ്റ്റ് ആവണം, റിസർച്ച് നടത്തണം, സ്പേസിൽ പോകണം എന്നുള്ളതൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. എനിക്ക് സ്പേസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ പറയാറുണ്ട് എനിക്ക് സ്പേസ് എഞ്ചിനീയർ ആകണം, ബഹിരാകാശത്ത് പോകണം എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. സോഎക്സ് എന്നാണ് അതിൻ്റെ പേരെന്ന് എൻ്റെ ഓർമ്മ. അതിന് എന്നെ സെലക്ട് ചെയ്തു. അപ്പം നമ്മൾ ISROയും VSSCയും കൂടെ ചേർത്തിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നേ. അപ്പോൾ അതിനകത്ത് എന്നെ സെലക്ട് ചെയ്തപ്പോൾ, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന, നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ് സെലക്ട് ചെയ്തത്. അന്ന് ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഇംഗ്ലീഷ്, കാര്യം ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ, പല പല നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരും, എനിക്കിങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് സാരമില്ല, ചെറിയ രീതിയിലൊക്കെ അറിയില്ലേ, അത് മതി, അത് വെച്ച് തട്ടിക്കുട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ISROയുടെ ഹാളിൽ നമ്മൾ വോളണ്ടിയറായിട്ട് ചെന്നു. സത്യം പറഞ്ഞാൽ എന്താണ് ആ നിമിഷം എന്ന് എനിക്ക് ഭയങ്കര, എൻ്റെ ലൈഫിൽ ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു മൊമെൻറ്റിൽ ഒന്നാണത്. കാര്യം ഞാൻ ഒരു സയൻറ്റിസ്റ്റ് ആയി എന്നുള്ളൊരു ഫീല്, അല്ലെങ്കിൽ ഈ ഒരു ISROയിൽ ഒരു സ്പേസ് എഞ്ചിനീയർ ആയി എന്നുള്ളൊരു ഫീൽ അന്ന് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു.
അതൊരു എത്ര 7 ദിവസത്തെയോ എങ്ങാണ്ട് പ്രോഗ്രാമായിരുന്നു. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അത്. നല്ല രീതിയിൽ തന്നെ കുറേ എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടി. എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. വോളണ്ടിയർ ആയിട്ടുള്ള ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവണം ആ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ഒരു പോസ്റ്റർ ഞാൻ കുറേ നാൾ എൻ്റെ റൂമിൽ ആ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു GSLVയുടെ. ഓക്കെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഫാദർ എന്നോട് പറഞ്ഞു എനിക്ക് എഞ്ചിനീയറിംഗ് എടുക്കാനാണ് താല്പര്യം കേട്ടോ. ഫാദർ എന്നോട് പറഞ്ഞു എഞ്ചിനീയറിംഗ് ഒന്നും പെൺകുട്ടികൾക്ക് പറ്റിയതല്ല, പിന്നെ നമുക്ക് മെഡിസിൻ നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ നോക്കി. മെക്കാനിക്കൽ എടുക്കാനായിരുന്നു എനിക്ക് താല്പര്യം. അപ്പോൾ മെക്കാനിക്കൽ ഒട്ടും പറ്റില്ല പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞു വാപ്പ. അപ്പോൾ ഓക്കെ, നമ്മൾ പെൺകുട്ടികളാണല്ലോ, എന്തിനും അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണല്ലോ. അങ്ങനെ +2 കഴിഞ്ഞു. +2ന് കുഴപ്പമില്ല, നല്ല മാർക്കോടുകൂടി +2 പാസ്സായി. പിന്നെ നെക്സ്റ്റ് ഞാൻ എൻട്രൻസ് എഴുതാൻ മെഡിക്കലിന് എൻട്രൻസ് എഴുതാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പം അവിടെ ചെന്നപ്പോൾ വാപ്പ ഓൾറെഡി ഇങ്ങനെ വാപ്പയ്ക്ക് ഡോക്ടർ ആക്കണം എന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ മെഡിക്കലിൻ്റെ റിപ്പീറ്റിന് ചേർന്നു. അത് കഴിഞ്ഞ് ചേർത്തിയൊക്കെ കഴിഞ്ഞിട്ട് വാപ്പ എന്നോട് ചോദിച്ചു, നിനക്ക് എഞ്ചിനീയറിങ്ങിന് പോകണമെന്നുണ്ടോ അല്ലായിരുന്നോ? ഞാൻ പറഞ്ഞു, വാപ്പച്ചിയല്ലേ പറഞ്ഞേ പിന്നെ മെഡിസിന് പോകണം, എഞ്ചിനീയറിങ് പെൺകുട്ടികൾക്ക് പറ്റിയതല്ല എന്നൊക്കെ. അങ്ങനെ ഞാൻ ആ ഒരു വർഷം മെഡിസിന് റിപ്പീറ്റ് ചെയ്തു. ഓപ്ഷൻസ് കൊടുത്തു. ഓപ്ഷൻസ് കൊടുത്തതിൽ മെഡിസിനേക്കാളും എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിങ്ങിനാണ് ഓപ്ഷൻസ് കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അബദ്ധവശാൽ ഞാൻ ഓപ്ഷൻസ് അറിയാമല്ലോ, നമ്മൾ ഓപ്ഷൻസ് എൻട്രൻസിന് കൊടുക്കുമ്പോൾ മുകളിൽ ഏറ്റവും മുകളിലത്തെ ഉള്ളതിന് തൊട്ട് താഴെയുള്ള എല്ലാം ഡിലീറ്റ് ആവുമല്ലോ. അതായത് നമുക്ക് ഏതാണോ കിട്ടിയത് ആ കോളേജിന് തൊട്ട് താഴെയുള്ളതെല്ലാം ഡിലീറ്റ് ആവുമല്ലോ. അപ്പം ഞാൻ അബദ്ധത്തിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിങ് അതാവുമ്പോൾ എനിക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിങ് കൊടുത്തു. കാര്യം അതാണല്ലോ എനിക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുള്ളത്. എനിക്കറിയില്ലായിരുന്നു അതിന് ശേഷമുള്ള എല്ലാം നമുക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷമുള്ള എല്ലാം കട്ടായി പോകും എന്നുള്ളത് കാര്യം. അങ്ങനെ അതിന് അഡ്മിഷൻ കൊടുത്തു, അതിന് ഓപ്ഷൻ കൊടുത്തു. അതെനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ക്യാൻസലായിപ്പോയി. എനിക്ക് അറ്റ്ലീസ്റ്റ് സിവിൽ എഞ്ചിനീയറിങ്ങിനും പോകണമെന്നായിരുന്നു എനിക്ക് താല്പര്യം. എവിടെയും കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മൾ നോർമൽ ഗവൺമെൻറ് കോളേജിൽ ഒക്കെ കിട്ടുമായിരുന്നു എനിക്ക്. പക്ഷെ മെഡിസിൻ്റെത് ഇല്ല, ഉറപ്പായിരുന്നു കാര്യം. ഹോമിയോ ആയിരുന്നു കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നത്. അപ്പം അതിൽ വന്നില്ല. എത്ര 8,000ഓ 7,000 അങ്ങനെ എന്തോ വന്ന് അത് നിന്നു. എനിക്ക് 8,000 ആയിരുന്നു റാങ്ക്. അങ്ങനെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്തു. എനിക്ക് വലിയ റിഗ്രറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത്. നല്ല ക്യാമ്പസ് ആയിരുന്നു. എന്തോ എനിക്ക് അവിടുത്തെ വൈബ് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല നേച്ചർ ഫ്രണ്ട്ലി ഫാമുകൾ ഉണ്ടായിരുന്നു ഒരുപാട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്തു അവിടുത്തെ ലൈഫ് കാര്യങ്ങളെല്ലാം.